ഇന്ന് നമുക്കേ ഒരു മീൻകറി ഉണ്ടാക്കാം. മീൻകറിക്കായിട്ട് ഞാൻ കുറച്ച് അയില കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ്, പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് മുളക് പൊടി ചേർക്കുക. മുളക് പൊടിയൊക്കെ കൂടുതൽ മല്ലിപ്പൊടി ചേർക്കുക. ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി കഷ്ണമാക്കിയതും 2 പച്ചമുളക് നെടുകെ കീറിയതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും വേപ്പിലയും ചേർക്കുക. പിന്നീട് ഇത് നന്നായി മിക്സ് ചെയ്യുക. മീനിലേക്ക് ഈ മസാലകളെല്ലാം കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് നന്നായി മിക്സ് ചെയ്യണത്. ഇതിലേക്ക് കുറച്ച് തേങ്ങയും പെരിഞ്ജീരകവും കൂടി അരച്ചത് ചേർക്കുക. അതുപോലെ തന്നെ വാളംപുളി പിഴിഞ്ഞത് ചേർക്കുക. വാളംപുളിയാണ്, കുടംപുളിയല്ല. പുളിവെള്ളവും ചേർത്ത് ഇളക്കുക. ഇപ്പൊ വെള്ള കളറാണ് നമ്മൾ കാണുന്നത്. കറി തിളച്ച് വരുമ്പോൾ ഇതിന് കളർ ഉണ്ടായിരിക്കും കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം. അടുപ്പിലോ സ്റ്റൗവിലോ വെച്ച് വേവിക്കുക. കറി നന്നായി തിളച്ച് വരുന്ന പാകമാവുന്ന സമയത്ത് നമുക്കിത് കറി വറവിടാം. അതിനായി ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് 3-4 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് മൂപ്പിക്കാം. അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും ചേർത്ത് മൂപ്പിക്കുക. പിന്നീട് നമ്മുടെ കറിക്ക് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മുളക് പൊടി ചേർത്ത് മൂപ്പിക്കുക. ഇതെല്ലാം മൂപ്പിച്ചത് നമ്മുടെ കറിയിലേക്ക് എടുത്തൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ്. തിളപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കറിക്ക് കളർ ഉണ്ടായിരിക്കുന്നത് കണ്ടില്ലേ. ഇപ്പം മഞ്ഞ കളർ ഉണ്ട്. നമ്മൾ മൂപ്പിച്ചൊഴിച്ചപ്പോൾ ഒരു പ്രത്യേക തരം കളറും വന്നില്ലേ. നല്ല ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. കൂടുതൽ ചാറ് വേണ്ടവർക്ക് ഉള്ളൊരു കറിയാണ് കേട്ടോ ഇത്.